കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെയും കൂട്ടരുടെയും നിർബന്ധത്തിന് വഴങ്ങി സുഭാഷ് സുനന്ദയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുക. രാവിലെ ആവുമ്പോൾ സുധീഷ് അമ്പലത്തിലെ കൗണ്ടറിൽ ചെന്ന് താലി പൂജിക്കാനും വിവാഹം നടത്താനുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. താലി പൂജിക്കാനായി നടയിൽ കൊടുക്കാനും ദേവസ്വം ഓഫീസിൽ ചെന്ന് വരന്റെയും വധുവിന്റെയും ഡീറ്റെയിൽസ് കൊടുത്ത അവിടുന്ന് സർട്ടിഫിക്കറ്റ് തന്നോളുമെന്നും അയാൾ പറയുമ്പോൾ താലി പൂജിക്കാൻ എത്രയാന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് ദക്ഷിണയായി എന്തെങ്കിലും കൊടുത്താൽ മതിയെന്നും വിവാഹത്തിനുള്ള ഫീസ് ഓഫീസിൽ അടച്ചാൽ മതിയെന്നും അയാൾ പറയുമ്പോൾ സുധീഷും തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്ന നിധിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവൻ നിധിയോടായി പറയുന്നുണ്ട്, ഇന്നലെയും ഇന്നുമായി ഓട്ടത്തോടോട്ടമായിരുന്നു. ഡ്രസ്സ് വാങ്ങണം, താലി വാങ്ങണം, അമ്പലത്തിലെല്ലാം ഓക്കെ ആക്കണം. എന്നാൽ ആരും അറിയാനും പാടില്ല. ഓടി ഓടി എന്റെ നടു ഒടിഞ്ഞു നിധി. ഈ ആൾക്കാരൊക്കെ വീട് പണിത് നോക്കണം, വിവാഹം നടത്തി നോക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇറങ്ങി ചെയ്യുമ്പോഴേ അതിന്റെ പാടറിയുള്ളൂ എന്ന് സുധീഷും. എല്ലാം ഓക്കെ ആയോ എന്ന് നിധി ചോദിക്കുമ്പോ ഓക്കെ, എല്ലാം റെഡി. ഇനി ഈ താലി കെട്ടിനു മുമ്പേ പൂജിച്ചു വാങ്ങണമെന്ന് പറഞ്ഞ് ആ താലി നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ദേവസ്വം ഓഫീസിലെ വരന്റെയും വധുവിന്റെയും ഡീറ്റെയിൽസ് കൊടുത്ത് ഫീസ് അടയ്ക്കണം. അത് ഞാൻ ചെയ്തോളാം. താൻ ഈ താലി കൊണ്ടുപോയി പൂജിക്കാൻ കൊടുത്തോളൂ. കെട്ടുകഴിഞ്ഞാല് ദേവസ്വം ഓഫീസിൽ നിന്ന് അവർ റെസിപ്റ്റും സർട്ടിഫിക്കറ്റും തരും. അത് കൊണ്ടുപോയി നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എളുപ്പമാവുമെന്ന് സുധീഷ് പറയുമ്പോൾ വരന്റെയും വധുവിന്റെയും ആധാർ വേണ്ടേ എന്ന് സംശയത്തോടെ നിധി ചോദിക്കുമ്പോൾ വേണം, അതുണ്ടല്ലോ എന്ന് സുധീഷും. അത് കേൾക്കെ നിധി സംശയത്തോടെ അവനെ നോക്കുന്ന കണ്ട് അത് ശരി നിധി, ഞാൻ ഇപ്പോഴും എന്തോ കള്ളം ചെയ്ത മട്ടാണല്ലോ. എടോ, അന്ന് സത്യമായിട്ടും പോലീസുകാർ എങ്ങനെ നമ്മുടെ കല്യാണം നടത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന് സുധീഷ് പറയുമ്പോഴേക്കും മതി മതി, ഇനി സത്യം പറഞ്ഞ് സമയം കളയണ്ട. ഓഫീസിൽ ചെന്ന് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇത് നടത്താൻ നോക്കെന്ന് പറയുമ്പോഴേക്കും സുധീഷും അവിടുന്ന് പോവുകയാ. അമ്മേ ദേവി, ഒരു കുഴപ്പവുമില്ലാതെ ഇത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നിധി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഓഫീസിലേക്ക് പോവാൻ തുടങ്ങിയ സുധീഷ് വീണ്ടും തിരികെ വന്ന് നിധി, ഒരു സംശയം. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും സുനന്ദ സമയത്ത് എത്തുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഉറപ്പായും വരും. വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഏർപ്പാടൊക്കെ ചെയ്യാൻ പറയൂ എന്ന് നിധി പറയുമ്പോൾ മതി മതി, ആ ഉറപ്പുണ്ടായാൽ മതി എന്ന് സുധീഷും. അപ്പോഴേക്കും വരനായി ഒരുങ്ങിയ സുഭാഷിനെയും കൊണ്ട് ഹരീഷും നികേഷും ഒരു ടാക്സിയിൽ അങ്ങോട്ടെത്തുകയാ. കല്യാണ പയ്യന്റെ വേഷത്തിൽ സുഭാഷിനെ കണ്ട് ആഹാ, ശരിക്കും കല്യാണ പയ്യനായല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്താ സുഭാഷ് ഏട്ടാ, നല്ല ടെൻഷനിലാണല്ലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വീണ്ടും അവൻ മിണ്ടാതെ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുന്നേ എന്ന് സുധീഷും. നിധിയും ഒരു ടെൻഷനും വേണ്ട, ഇന്നലെ അവൾ ഈ നടയിൽ വെച്ച് വാക്കു തന്നു പോയതാ. 10 മണിക്ക് എല്ലാം നടന്നിരിക്കുമെന്ന് നിധിയും ഉറപ്പു നൽകുന്നുണ്ട്. അത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഓർത്താ സുഭാഷ് ഏട്ടന്റെ പേടിയെന്ന് നികേഷ് പറയുമ്പോൾ ആ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട, അവരെന്ത് പ്രശ്നമുണ്ടാക്കിയാലും നമുക്ക് നോക്കാന്നേ എന്ന് ഹരീഷും. പിന്നല്ലാതെ, ഞാൻ ആദ്യം ദേവസ്വം ഓഫീസിൽ പോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാമെന്ന് സുധീഷ് പറയുമ്പോൾ ആദ്യം അവൾ വരട്ടെ, എന്നിട്ടാവാം അതൊക്കെ എന്ന് സുഭാഷും. ഇതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട സുഭാഷ് ഏട്ടാ എന്ന് സുഭാഷിനോടായി പറഞ്ഞ് നികേഷിനോട് നിധി ആംഗ്യം കാണിക്കുമ്പോഴേക്കും നികേഷും ഹരീഷും സുഭാഷിനെയും വിളിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ്. അവിടെ സുനന്ദ തന്റെ ബെഡ്റൂമിൽ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമെന്ന ടെൻഷനോടെ ഇരിപ്പാ. അവൾ പാതിചാരിയ ഡോറിലൂടെ നോക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന് പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛമ്മ. അവളുടെ അമ്മയും കല്യാണം ക്ഷണിക്കാൻ ഇറങ്ങാനായി റെഡി ആയിക്കൊണ്ടിരിക്കുക. അവരാരോടോ മൊബൈലിൽ സംസാരിക്കുന്നുമുണ്ട്. ആന്നേ, കല്യാണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? എത്ര ജോലികളാ തീർക്കാനുള്ളത്. ഗംഗേട്ടനും ധനേട്ടനും കൂടി രാവിലെ ഇറങ്ങിയതാ. ധനേട്ടന്റെ കുറെ കൂട്ടുകാരെ കല്യാണം ക്ഷണിക്കാനുണ്ട്. ഞാനും ഇപ്പൊ ഇറങ്ങും. നമ്മളുടെ അടുത്ത ചില ബന്ധുക്കളുണ്ട്, അവർക്കൊക്കെ കുറി ഫോണിൽ അയച്ചു കൊടുത്താൽ ശരിയാവില്ലെന്ന്. ഞാനും ധനേട്ടനും കൂടി പോയി ക്ഷണിക്കേണ്ടതാന്നൊക്കെ. അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന നിധി സുനന്ദയെ കാണാഞ്ഞ് അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും സുനന്ദ ആ കോൾ എടുക്കുന്നില്ലായിരുന്നു. നിധിയുടെ കോൾ വരുന്നത് കാണാൻ സുനന്ദയും പതിയെ എഴുന്നേറ്റ് ആ ഡോർ അടയ്ക്കുകയാണ്. നിധി ഫോൺ എടുക്കുന്നില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വീട്ടിൽ ആളുണ്ടെന്ന് തോന്നുന്നു, അതാ എടുക്കാത്തതെന്ന് നിധിയും. ഇനി വരാതിരിക്കോ നിധി എന്ന് സുധീഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇല്ലെന്നേ, എന്തിനാ ഇങ്ങനെ തെറ്റായി ചിന്തിക്കുന്നേ? വരുമെന്ന് അവൾ ഉറപ്പ് പറഞ്ഞതല്ലേ, വീട്ടിലെല്ലാവരുടെയും കണ്ണു വെട്ടിച്ചു വേണ്ടി വരാൻ എന്ന് ചോദിച്ച നിധി വീണ്ടും സുനന്ദയുടെ മൊബൈലിലേക്ക് കോൾ ചെയ്യുക. സുനന്ദ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും പുറപ്പെട്ടോ എന്ന് നിധി ചോദിക്കുക. അമ്മ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കാം, ഇപ്പോഴിറങ്ങുമെന്ന് സുനന്ദ പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അയ്യോ വേണ്ട, അത് അതിലും വലിയ പ്രശ്നമാവും. അമ്മ പോട്ടെ, പിന്നാലെ ഞാൻ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിക്കോളാം എന്ന് സുനന്ദ പറയുമ്പോൾ സുനന്ദേ, പിന്നൊരു കാര്യം കൂടി, നീ വരുമ്പോഴേ നിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ അതുമടക്കം എല്ലാ രേഖകളും മറക്കാതെ എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ശരി, ഞാൻ എടുത്തോളാം എന്ന് സുനന്ദ. ശരി, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ എത്തിയൊന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. പിന്നെ സുഭാഷ് ഏട്ടൻ ഇവിടെ തനി കസവും മുണ്ടും ചന്ദന കളർ ഷർട്ടുമെല്ലാം ഇട്ട് തനി കല്യാണ ചെറുക്കനായി കാത്തിരിക്കുന്നുണ്ട്. നിന്നെ കൊടുക്കാനുള്ള സാരിയൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, നീ വേഗം വന്നാൽ മതിയെന്ന് നിധി പറയുമ്പോൾ ശരി, അവിടെ കാണാമെന്ന് പറഞ്ഞ സുനന്ദയും കോൾ വയ്ക്കുകയാ. എല്ലാം കേട്ട് നിൽക്കായിരുന്ന സുധീഷും അത് കലക്കിയിടും.
സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി എന്ന് പറയുമ്പോ എനിക്ക് സംഭവിച്ചത് അവൾക്ക് സംഭവിക്കാൻ പാടില്ലല്ലോ. എന്ത് സംഭവിച്ചാലും സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെക്കില്ലെന്നാ ഞാൻ കരുതിയേ. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. സുനന്ദയുടെ വീട്ടുകാരാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞാൽ അവളെ അങ്ങോട്ട് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴെല്ലാം എടുത്തു വെക്കുന്നതല്ലേ നല്ലതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ചാടിപ്പോയി കല്യാണം കഴിച്ചത് നന്നായി അല്ലേ നിധി? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു എക്സ്പീരിയൻസ് വന്നല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, ഹലോ, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഓടിപ്പോന്നതല്ല. അങ്ങനൊരു സാഹചര്യത്തിൽ വേറെ ഒരു നിവൃത്തിയുമില്ലാതെ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. അത് ഞാൻ കല്യാണമായി കണക്കാക്കിയിട്ടില്ലെന്ന് നിധിയും. സുധീഷും ചിരിയോടെ, സോറി കേട്ടോ, ഞാൻ ഇയാളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞതാണെന്ന് പറയുമ്പോ, അങ്ങനത്തെ തമാശ വേണ്ട കേട്ടല്ലോ എന്ന് നിധിയും സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ തമാശകൾ മനസ്സിൽ വരുമ്പോഴേ ഞാനൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞോളാമെന്ന് സുധീഷ് പറയുമ്പോ, ശ്രദ്ധിക്കണമെന്ന് നിധിയും. അവൾ സുഭാഷിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് പോകുമ്പോഴേക്കും, വെറുതെ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചതുപോലെയായി എന്ന് പറഞ്ഞ് സുധീഷും അവിടെ നിൽപ്പാം. അപ്പോഴേക്കും സുനന്ദയും അലമാര തുറന്ന് ബാഗ് എടുത്ത് കുറച്ച് ഡ്രസ്സുകളും സർട്ടിഫിക്കറ്റ്സും എല്ലാം അതിനുള്ളിലേക്ക് എടുത്തു വെക്കുക. വീണ്ടും എന്തെടുക്കണമെന്ന ചിന്തയിൽ അവൾ അലമാര നോക്കുമ്പോഴേക്കും ജുവല്ലറി ബോക്സ് എല്ലാം കാണുന്നുണ്ട്. അവൾ അതെല്ലാം എടുത്തു നോക്കി, വേണ്ട, പോകുമ്പോ കാശും സ്വർണവും കൊണ്ടുപോയി എന്നൊരു പേര് വേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞ് അത് തിരികെ അലമാരയിലേക്ക് തന്നെ വെക്കുകയാ. വെയിലും മുക്കും മുമ്പേ പോയിട്ട് വരാൻ നോക്കെന്ന് അച്ചമ്മ വിളിച്ചു പറയുമ്പോഴേക്കും, ശരി ശരി, ഞാൻ ഇറങ്ങുവാന്ന് ലളിതയും വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ സുനന്ദയും പതിയെ തന്റെ റൂമിന്റെ ഡോർ തുറന്ന് നോക്കുമ്പോഴേക്കും പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന അമ്മയോടായി ലളിത സുനന്ദയുടെ മേൽ എപ്പോഴും ഒരു കണ്ണു വേണമെന്നും തരം കിട്ടിയാൽ അവൾ ആ വീട്ടിലേക്ക് ഓടുമെന്നും പറയുമ്പോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കെന്ന് അച്ചമ്മയും. അത് കേൾക്കെ ലളിതയും യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. സുനന്ദയും ഡോറടച്ചുകൊണ്ട്, അമ്മ എന്തിനാ അച്ചമ്മയോട് അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഇനി ആ തള്ളയുടെ വക 100 ചോദ്യമുണ്ടാവും എന്ന് മനസ്സിൽ പറഞ്ഞ് പതിയെ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും എങ്ങോട്ടായെന്ന് അച്ചമ്മയും ചോദിക്കുന്നുണ്ട്. അമ്പലത്തിലേക്കെന്ന് സുനന്ദ പറയുമ്പോ, ഈ നേരത്തോ എന്ന് അച്ചമ്മയും. അതിനെന്താ കുഴപ്പമെന്ന് സുനന്ദ ചോദിക്കുമ്പോ, പ്രാർത്ഥന കഴിച്ചിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോവോ? അത് രാവിലെയല്ലേ ചെയ്യേണ്ടതെന്ന് അച്ചമ്മയും. അമ്പലം ഉച്ചവരെയുണ്ടല്ലോ, അപ്പൊ പിന്നെ എപ്പോ വേണേലും പോവാലോന്ന് സുനന്ദയും. നിന്നെ എവിടെയും വിടണ്ടെന്ന അമ്മയുടെ ഓർഡർ എന്ന് അച്ചമ്മ പറയുമ്പോ, അമ്പലത്തിലേക്കല്ലേ അച്ചമ്മ എന്ന് സുനന്ദയും. പൊക്കോ, അമ്മ വന്ന് ചോദിച്ചിട്ട് എപ്പോ വേണേലും പൊക്കോ എന്ന് അച്ചമ്മ പറയുന്നത് കേൾക്കെ സുനന്ദയും ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയോടെ അച്ചമ്മയുടെ അരികിലുള്ള സോഫയിൽ വന്നിരിക്കുക. അവൾ TV ഓൺ ചെയ്ത് സീരിയൽ വെക്കുമ്പോഴേക്കും അച്ചമ്മയും അത് ശ്രദ്ധിച്ച്, ഈ സീരിയൽ ഈ നേരത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ചമ്മ ഇന്നലെ ഇത് കണ്ടില്ലല്ലോ എന്ന് സുനന്ദ ചോദിക്കുമ്പോ, ഇല്ലെന്നേ, നിന്റെ അച്ഛൻ റിമോട്ടും എടുത്ത് വാർത്ത കാണാനിരുന്നു എന്നച്ചമ്മ പറയുമ്പോ, ഞാൻ കണ്ടിരുന്നു, ഉഗ്രൻ എപ്പിസോഡായിരുന്നു എന്ന് സുനന്ദയും. നീ എങ്ങനെ കണ്ടെന്ന് അച്ചമ്മ ചോദിക്കുമ്പോ, അത് ഫോണിലെ ഹോട്ട്സ്റ്റാറിലെന്ന് സുനന്ദയും. അത് വിശ്വസിച്ച് അച്ചമ്മയും സീരിയലിൽ മുഴുകിയിരിക്കുമ്പോഴേക്കും സുനന്ദയും അവിടെ എഴുന്നേറ്റ് പോണ കണ്ട് എവിടേക്കാന്ന് അച്ചമ്മ വീണ്ടും ചോദിക്കുക. മുറിയിലേക്ക് അച്ചമ്മ എന്ന് പറഞ്ഞ സുനന്ദയും അവിടുന്ന് നടന്നു നീങ്ങുകയാ. അവിടെ അമ്പലത്തിൽ സുനന്ദ വരാൻ വൈകുന്നത് കൊണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയായിരുന്ന നിധിയുടെ അരികിലേക്ക് മിനറൽ വാട്ടറുമായി സുധീഷ് എത്തി. അത് കൊടുത്തോണ്ട്, ഇയാൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അവള് വരുമെന്നേ, താൻ ഇത് കുടിച്ചെന്ന് പറയുമ്പോഴേക്കും നിധിയും അത് വാങ്ങുകയാ. അവിടെ ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിനെ ഹരീഷ് വീശി കൊടുക്കുകയാ. നീ എന്താ ഈ കാണിക്കുന്നെന്ന് സുഭാഷ് ചോദിക്കുമ്പോ, വിയർത്തൊലിക്കുന്ന കണ്ടില്ലെന്ന് നികേഷും. അത് ഈ വെയിൽ കൊണ്ടോണ്ടാണെന്ന് സുഭാഷ് പറയുമ്പോ, അതിന് മാത്രം വെയിലൊന്നുമില്ലല്ലോ, ഇത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഓർത്താണെങ്കിൽ അത് വിട്ടേക്കാൻ പറഞ്ഞതല്ലേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, സുഭാഷിട്ടനെ ചേച്ചി വരുമോ എന്നുള്ളൊരു ടെൻഷനാണെന്ന് നികേഷും. അപ്പോഴേക്കും നിധിയും സുധീഷും അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. സുഭാഷിന്റെ ടെൻഷനോടുള്ള ഇരിപ്പ് കണ്ട്, ടെൻഷനൊന്നും വേണ്ട, സുനന്ദയെ ഞാൻ വിളിച്ചിരുന്നു, ഇപ്പോഴിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുഭാഷിനോടായി പറഞ്ഞ് നട എപ്പോഴാ അടയ്ക്കാന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് നിധി. ഒരു 11 മണിയാവുമെന്ന് തോന്നുന്ന സുധീഷ് പറയുമ്പോ, ചടങ്ങുകളൊക്കെ കൂടി ഒരു 10 മിനിറ്റിൽ കഴിയില്ലേ എന്ന് നിധി ചോദിക്കുക. അകത്തു കൊണ്ടുപോയി താലിച്ചരട് പൂജിച്ചു വാങ്ങണം, തിരിച്ചു വന്ന് മന്ത്രം ചൊല്ലി താലി കഴുത്തിൽ അണിയണം, അത്രയുള്ളൂ, സംഗതി തീർന്നു. ഇയാളൊരു കാര്യം ചെയ്യ്, ഈ താലിച്ചരട് അകത്തു കൊണ്ടുപോയി അടയടയ്ക്കുന്നതിന് മുന്നേ പൂജിച്ചു വാങ്ങണം എന്ന് പറഞ്ഞ താലിച്ചരട് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവൾ അതുമായി പോവുകയാണ്. ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞ് അവരെല്ലാം കൂടി സമാധാനിപ്പിക്കുക. സുനന്ദ എപ്പോഴും ടെൻഷനോടെ തന്റെ റൂമിൽ തന്നെ ഇരിക്കുക. അച്ഛനെയും അമ്മയെയും മനസ്സിലോർക്കെ, ഈശ്വര, ഈ കല്യാണം കഴിയുന്നതോടെ അച്ഛനും അമ്മയും എന്നെ വെറുക്കാൻ ഇടവരില്ലേ, അവർക്ക് ഞാൻ ചെയ്തതാണ് ശരിയെന്ന് തോന്നിക്കണേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് അവൾ ചെന്ന ഡോർ തുറന്ന് നോക്കുമ്പോഴേക്കും സീരിയലിൽ മുഴുകിയിരിക്കുന്ന അച്ഛമ്മയാണ് കാണുന്നത്. നിധിയും അമ്പലത്തിന്റെ നടക്കിൽ ചെന്ന്, തിരുമേനി, ഈ താലിയൊന്ന് പൂജിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ചെറുക്കനും പെണ്ണും എത്തിയോന്ന് പൂജാരിയും ചോദിക്കുക. ചെറുക്കൻ എത്തിയിട്ടുണ്ട്, പെൺകുട്ടി ഇപ്പൊ വരുമെന്ന് നിധി പറയുമ്പോ, നടയിൽ വെച്ചിട്ട് പൊക്കോളൂ, പുറത്ത് അവിടെ നിന്നാ മതി, അവിടെയാ കെട്ട്, നടയടച്ച് പൂജ കഴിയുമ്പോ പൂജിച്ച താലിയുമായി അങ്ങോട്ട് വരാം എന്ന് തിരുമേനി പറയുമ്പോഴേക്കും നിധിയും അത് സമ്മതിച്ച് താലി അവിടെ വെച്ച് പോവുകയാണ്. അവിടെ ബസ് കയറാൻ നിൽക്കുന്ന ലളിതയ്ക്ക് ധനേന്റെ കോൾ വരുന്നുണ്ട്. നീ ഇറങ്ങിയോ ലളിത എന്ന് ചോദിക്കുമ്പോ,
ഇറങ്ങി ബസ് കയറാൻ നിൽക്കാന്ന് ലളിതയും. നേരെ വസന്തയുടെ വീട്ടിലേക്കല്ലെന്ന് ധനയൻ ചോദിക്കുമ്പോ അത് എന്ന് ലളിത. ഒരു കാര്യം ചെയ്യേ, അളിയന് കൊടുക്കാനേ ഞാനൊരു പാക്കറ്റ് അലമാരി വെച്ചിട്ടുണ്ട്. ഒരു സ്പ്രേയും കുറച്ച് മിഠായിയും സാരിയും ഒക്കെയാ, അതോടങ്ങ് എടുത്തോന്ന് പറയുമ്പോ ഇനി ഞാൻ തിരിച്ചു പോണ്ടേ ധനയേട്ടാ എന്ന് ലളിതയും. രണ്ടടിയല്ലേ ഉള്ളൂ, നീ മാത്രം അവളെ ക്ഷണിക്കാൻ ചെന്നതിൽ അല്ലെങ്കിൽ തന്നെ അവള് വിഷമം പറയും. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒന്നും കൊടുത്തില്ല എന്നുള്ള പരാതി വേറെയും എന്ന് ധനയൻ പറയുന്നത് കേൾക്കെ എന്തിനാ ഇങ്ങനെ വരുമ്പോ ഓരോന്ന് കൊടുക്കുന്നത്? അവളുടെ ഭർത്താവിന് നാട്ടിൽ കിട്ടുന്ന ശമ്പളമില്ല നിങ്ങൾക്കവിടെ, അത് മറക്കേണ്ടെന്ന് ലളിതയും പറയുന്നുണ്ട്. എടി പക്ഷെ അവന് ഗൾഫുകാരനാണെന്നുള്ള വിലയുണ്ടോ? ഇല്ലല്ലോ, നീ അതുകൊണ്ട് കൊടുക്കാൻ നോക്കുന്ന ധനയൻ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് ലളിതയും കോൾ വെക്കുകയാണ്. ധനയനും ഗംഗാധരനോടായി അതെ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുമ്പോ അപ്പൊ തുടങ്ങും അവള് തടസ്സം പറയല് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. താലി പൂജിക്കാൻ കൊടുത്ത് നിധി നടന്നു വരുമ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ചെന്ന സുധീഷും എന്തായിന്ന് ചോദിക്കുമ്പോ താലി പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട്, അടച്ചു പൂജ കഴിഞ്ഞാൽ തിരുമേനി അതുമായിട്ട് വരും എന്ന് നിധി പറയുമ്പോ സുനന്ദേച്ചി ഇതുവരെ വന്നല്ലോ, മണി 10 ഒന്നുകൂടി വിളിച്ചു നോക്കണമെന്ന് നികേഷ് ചോദിക്കുമ്പോ അവളുടെ അമ്മ ചിലപ്പോ ഇറങ്ങിക്കാണില്ല, അമ്മ ഇറങ്ങിയാൽ ഉടനെ വരാമെന്ന് പറഞ്ഞത്, ഇതിനിടയിൽ നമ്മൾ വിളിച്ച് കുഴപ്പമാക്കണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, സുനന്ദ വരട്ടെ എന്ന് സുധീഷും. നികേഷ് അപ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ചെന്നിരുന്ന് സുഭാഷേട്ടാ ടെൻഷൻ മാറിയില്ലേ, ഉറപ്പായിട്ടും വരുമെന്നേ എന്ന് പറയുമ്പോ എന്തായിന്ന് അരികെ നിൽക്കുന്ന ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വരും, വീട്ടിൽ നിറങ്ങുന്നേ ഉള്ളൂ എന്ന് നികേഷ് അവനോടും പറയുകയാണ്. അപ്പോഴേക്കും സുനന്ദയും അച്ചമ്മയുടെ കണ്ണു വെട്ടിച്ച് ബാഗുമായി മുറ്റത്തേക്ക് എത്തുമ്പോഴാണ് ലളിത അങ്ങോട്ടെത്തുന്നത്. ബാഗുമായി നിൽക്കുന്ന സുനന്ദയെ കണ്ട് എവിടേക്കാന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾ അത് മൈൻഡ് ചെയ്യാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു നീങ്ങുകയാ. ലളിതയും അവളെ പിടിച്ചു വെച്ച് നിക്കടി അവിടെ, എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോ നീ കേൾക്കാത്ത പോലെ നിന്റെ പാട്ടിന് പോകുന്നു എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ വിടമ്മേ ഞാൻ അമ്പലത്തിലേക്കാന്ന് സുനന്ദയും. ഈ സമയത്തൊന്ന് അമ്മ ചോദിക്കുമ്പോൾ ഈ സമയത്തിന് എന്താ കുഴപ്പമെന്ന് സുനന്ദയും. സാധാരണ രാവിലെ 8 മണിക്ക് മുമ്പേ പോവാറുള്ള നീ ഈ സമയത്ത് എന്തിനാ അവിടെ പോകുന്നേ, എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് സംശയത്തോടെ അമ്മയും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അമ്പലത്തിൽ പോകുന്നതും കള്ളത്തരമായോ, അമ്മ വിട്ടെ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ സുനന്ദ അമ്മയുടെ കൈവിടുവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ബാഗിൽ എന്താടിയെന്ന് അമ്മയും ബാഗ് പിടിച്ചോട് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് സുനന്ദ പറയുമ്പോ ഒന്നുമില്ലെന്നോ, ഒന്നുമില്ലാതെ ബാഗുമായി മാത്രമാണോ നീ പോകുന്നത്, ഞാൻ നോക്കട്ടെ ഇതിലെന്താ ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവളുടെ ബാഗ് പിടിച്ചു വാങ്ങി തുറന്നു നോക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം കണ്ട് ഇതെല്ലാമായി എവിടേക്കാടി പോകുന്നേ, എവിടേക്കാന്ന് അമ്മ ചോദിക്കുമ്പോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകും, അതിന് നിങ്ങൾക്കെന്താ, ദേ നിങ്ങൾ ഏർപ്പാടാക്കിയ കല്യാണം എനിക്ക് ഇഷ്ടായില്ല, അതുകൊണ്ടാ പോകുന്നേ, എന്താ മതിയായോ, അധികം തന്നെന്ന് പറഞ്ഞ് തന്റെ ബാഗും സർട്ടിഫിക്കറ്റുകളും പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുക സുനന്ദ. അമ്മ ലളിതയും അവളെ തട്ടി മാറ്റിക്കൊണ്ട് പിടിച്ചു വലിച്ച് അത്രയ്ക്ക് അഹങ്കാരമോ നിനക്ക്, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റി കൊണ്ടു പോവുകയാണ്. അവളെ ഇങ്ങോട്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്ത് നിങ്ങളോടല്ലേ അമ്മേ ഞാൻ അവളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, എന്നിട്ട് അവളെ പുറത്തു പോകാൻ വിട്ട് നിങ്ങളിവിടെ സീരിയലും കണ്ടിരിക്കുകയാണോ എന്ന് ലളിത ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എന്നോട് അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞു, പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതുമാ, നീ വന്ന് ചോദിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളാനും പറഞ്ഞു. ഇവള് അറിയാതെ പിറകിലൂടെ പോയി കാണുമെന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. സുനന്ദ വീണ്ടും ബാഗുമെടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും ലളിത അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. അമ്മ വിട് എനിക്ക് പോണം എന്ന് സുനന്ദ പറയുമ്പോ സർട്ടിഫിക്കറ്റുകളുമായി നീ എങ്ങോട്ടാടി പോകുന്നതെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടനെ കാണാൻ പോവാ, എന്നെ വിട് എനിക്ക് പോണമെന്ന് സുനന്ദ പറയുമ്പോഴേക്കും ലളിതയും അവളുടെ മുഖം അടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞേ എന്നമ്മ വീണ്ടും ചോദിക്കുമ്പോ സുഭാഷേട്ടന്റെ അടുത്തേക്കെന്ന് സുനന്ദയും. അത് കേൾക്കെ ലളിത ഒന്നുകൂടി അവളുടെ കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ടെൻഷനോടെ അമ്പലത്തിൽ സുനന്ദയെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.